ഞാനിവിടെ കാണിക്കുന്നത് ഫാഷൻ ഇല്ലസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളതിലൊരു ഫാബ്രിക് പെയിൻറ് എന്നൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ഈ ഫാബ്രിക് പെയിൻറ്റിൽ തന്നെ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ കൊടുക്കും, പിന്നെ ഔട്ട്ലൈൻ വിത്ത് ഫില്ലിങ് വിത്ത് ഔട്ട്ലൈൻ എന്നിങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് ആണ് കേട്ടോ. അതായത് ആദ്യം നമ്മൾ തുണിയിലേക്ക് ചിത്രം വരയ്ക്കാൻ അറിയണവരാണ് തുണിയിലേക്ക് ചിത്രം വരയ്ക്കുക. അല്ലാത്തവരാണെങ്കിൽ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ടും ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടും നമ്മൾ ചിത്രം തുണിയിലേക്ക് പകർത്തിയെടുക്കുക. അതിനുശേഷം ഏതാ കളർ ഉദ്ദേശിച്ചത് അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. അതിനായി നമ്മൾ പോയിൻ്റ് ബ്രഷാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഈ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് ഈ ഔട്ട്ലൈൻ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫില്ലിങ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ചെയ്ത കളറും ഫില്ലിങ് കൊടുക്കുന്ന കളറും കൂടി മിക്സായിട്ട് അതിൻ്റെ രണ്ടും കൂടി ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഔട്ട്ലൈൻ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫില്ലിങ് പൂർത്തീകരിക്കുകയാണ് വേണ്ടത് കേട്ടോ. അതായത് കളർ കട്ട പിടിക്കാതെ നോക്കണം. ഞാനിവിടെ ഇങ്ങനെ കാണിച്ചെങ്കിലും ഞാനത് ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ പിന്നീട് ചെയ്തത്. കാരണം ഞാൻ തന്നെയാണ് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അത്രയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ പിന്നീട് അത് ക്ലിയർ ആക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും നല്ലപോലെ